ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇടവണ്ണ അരീക്കോട് പോകുന്ന വഴിയിൽ ഒരു പാതിക്കാവുമ്പോൾ ഒരു പാതി റോഡ് ഇടിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ യാത്ര പോകാൻ അല്ലെങ്കിൽ വണ്ടികൾക്ക് പോകാൻ ആകെ പാതി സ്ഥലമേ ഉള്ളൂ. ഇത് ഏകദേശം ഒരു കൊല്ലാവാനായിട്ടോ, ഇങ്ങനെ സംഭവിച്ചിട്ട് ഏകദേശം ഒരു കൊല്ലാവാനായി. ഇപ്പോൾ അരീക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വണ്ടിയും ഇടവണ്ണ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടിയും തമ്മിൽ കാണൂല, വളവാണ്, രണ്ട് സൈഡും വളവാണ്. അപകടങ്ങൾ ഉണ്ടാകാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഏകദേശം ഒരു കൊല്ലമായിട്ട് ഇടിഞ്ഞ സാധനത്തിന്റെ അവശിഷ്ടങ്ങൾ, കല്ലും കാര്യങ്ങളൊക്കെ ഈ റോഡിന്റെ ഭാഗത്താണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും അപകടമായ സ്ഥലത്ത് എന്ത് ചെയ്തിട്ടില്ല, ഒരു റോഡ് പണി എന്താ പറയുക, അതിനുമായി ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇവിടുത്തെ പൊതുപരമായിട്ട് ഉറങ്ങാണെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതിനെതിരെ ഇവിടെ ഇപ്പോൾ അവിടുത്തെ മണ്ഡലം ഞാൻ വിചാരിക്കുന്നത് അത് എറണാകുളം മണ്ഡലം എന്നാണ്. അങ്ങനെയാണെങ്കിൽ എറണാകുളം മണ്ഡലമാണെങ്കിൽ നമ്മളെ പി കെ ബഷീർ MLA മണ്ഡലമാണ്. അയാൾ ഇതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ശബ്ദിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്നോ റോഡാവേണ്ടതല്ലേ. അതുപോലെ UDF അല്ലെങ്കിൽ BJP അവിടെ ആകെ ശബ്ദിച്ച് കണ്ടത് ഒരു ബോർഡ് സ്ഥാപിച്ച് കണ്ട് STP ആണ്, ഒരു കൊല്ലാകാനായി എന്നുള്ള ഒരു ബോർഡ്. അപ്പോൾ അങ്ങനെ ഇത്രയും അപകടകരമായ ഒരു റോഡിന് മുൻകൈ എടുത്ത് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇല്ല അവിടെ. അവർക്ക് 4 വോട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 വോട്ട് കിട്ടിയപ്പോൾ അന്ന് ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ച് ഇവിടെ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വഴിക്കടവ്, അതിനെതിരെ എന്തൊക്കെ ശബ്ദകോലാഹലങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ പുലി പിടിച്ച് മരിച്ച സമയത്ത് ഇതൊക്കെ എന്തെങ്കിലും ചാനലുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളാണ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനം, അത്ര തന്നെയുള്ളൂ പറയാനുള്ളത്. അല്ലെങ്കിൽ ഇത്രയും അപകടകരമായ റോഡ് ഒരു വർഷത്തോളം ഇങ്ങനെ ചാടി കടന്നിട്ട് ഇതിനെതിരെ ശബ്ദിക്കാൻ ആരുമില്ലേ? പൊതുമരാമത്ത് അവിടെ ഞങ്ങൾ അങ്ങനെ വികസനം ചെയ്തു, ഇങ്ങനെ വികസനം ചെയ്തു, അതാണ് ഇതാണ് LDF സർക്കാർ മൂന്നാമതും വരും പറയുന്ന ആൾക്കാർക്ക് എങ്ങനെ ഈ റോഡ് കാണിച്ചു കൊടുത്തിട്ട് അവർ എങ്ങനെ ഭരണത്തിൽ വരും? ഇത്രയും അപകടകരമായ റോഡ് ഉണ്ടായിട്ട് അതിനെതിരെ നന്നാക്കാനോ കാര്യങ്ങളോ ചെയ്യാൻ മുതിരുന്നില്ലെങ്കിൽ അവിടുത്തെ MLA എന്തിനാ പറ്റുക? ഒരു MLA വിചാരിച്ചാൽ അത് എന്നോ റെഡിയാക്കാൻ പറ്റുന്ന കേസാണ്. പക്ഷെ അതിന് വരെ ഒരു വർഷത്തോളമായി, ഒരു മാസത്തേക്കാണ് പോട്ടെ, ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഇനിയും ജനങ്ങൾ എന്ത് ചെയ്യും? ആ MLA അവിടെ തിരഞ്ഞെടുക്കും. ആ MLA തിരഞ്ഞെടുക്കും എന്തിനു വേണ്ടിയിട്ട്? ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനം ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത MLA അല്ലെങ്കിൽ ഭരണകൂടത്തിൽ പിന്നെ എന്തിനു നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം? ആ റോഡ് കാണുമ്പോൾ ആയിക്കൂടെ പോകുന്ന വലിയ വണ്ടികൾക്കും ബസ്സുകൾക്കൊക്കെ അത് എന്താണ് ഒരു ഭീഷണിയാണ് സംഭവം. ബസ്സുകൾക്കൊക്കെ എന്ത് വെച്ചാൽ കറക്റ്റ് സമയത്തിന് പോകുമ്പോൾ അത് കയറി വരുമ്പോൾ മറ്റു ഭാഗത്തുനിന്ന് ആളെ കാണില്ല, മിക്കവാറും അവിടെ എന്തുണ്ടാവും, ആക്സിഡന്റ് ഉണ്ടാവാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി. ഇവിടുത്തെ പൊതുമരാമത്തിന്റെ ഒരു അവസ്ഥ പണ്ട് നമ്മൾ തള്ളല് കൂടിയപ്പോൾ വിള്ളല് കൂടിയപ്പോൾ തള്ളൽ നിന്ന് പറഞ്ഞില്ല, അതേ അവസ്ഥയാണ്. ഇത് എത്ര കാലമായിട്ടോ തള്ളു മാത്രമുള്ള LDF സർക്കാരിൻ്റെ അടുത്തുള്ളതെന്ന് തോന്നുന്നത്, കാര്യങ്ങളൊന്നും ചെയ്യണില്ല. അപ്പോൾ താങ്ക് യു.